എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഗാന്ധിമാരാകാൻ സാധിക്കുമോ? നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച് അത് നേടിത്തന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അതോടൊപ്പം തന്നെ ഒരു അധികാരത്തിലേക്ക് വരാതിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവസാനം ഈവൻ സ്വന്തം ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തി കൂടി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഗാന്ധിയെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എസൻസ്? ആ എസൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ്? അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ? അതൊരു നെസസറി ആണോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി വ്യക്തികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. തത്വചിന്തകന്മാരുടെ രൂപത്തിലും അല്ലെങ്കിൽ അവതാരങ്ങളുടെ രൂപത്തിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മഹാന്മാരുടെ, ഗാന്ധിയെപ്പോലുള്ള മഹാന്മാരുടെ രൂപത്തിലുമൊക്കെ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് ചില വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് സത്യം? പീലാത്തോസ് യേശു ക്രിസ്തുവിനോട് ചോദിച്ചതുപോലെ എന്താണ് സത്യം എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമോ, ആ ഒരു ചോദ്യം എന്താണ് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് സത്യം? ഗാന്ധിജി ഫോളോ ചെയ്ത സത്യം, ക്രിസ്തു ഫോളോ ചെയ്ത സത്യം, അല്ലെങ്കിൽ ഈ പറയുന്ന മഹാന്മാര് ആയിട്ടുള്ള വ്യക്തികൾ ഒക്കെ, ബുദ്ധൻ, പല മഹാന്മാർ ഫോളോ ചെയ്തിട്ടുള്ള ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാനായിട്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അതൊരു ഐഡിയൽ മാത്രമാണോ? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിലേക്ക് നോക്കാം. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അല്ലേ? നമുക്ക് ജീവിതത്തിൻ്റെതായ പല പ്രാരാബ്ദങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലെ പല രീതിയിൽ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യര്, ശൂദ്രര് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള ഇത്. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാർത്തോമ ക്രിസ്ത്യന്മാർ, ലാറ്റിൻ ക്രിസ്ത്യന്മാർ, അല്ലെങ്കിൽ വേറെ ക്രിസ്ത്യന്മാർ, അങ്ങനെയൊക്കെ ഉള്ള ചില ഡിവിഷൻസ്. അപ്പോൾ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും നമുക്ക് പറയാം, റിലീജിയൻ എന്ന് തന്നെയല്ല, സമൂഹത്തിൻ്റെ പല തുറകളിലും നമുക്ക് ഒരു ഡിവിഷൻസ് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇവർ ഡിവിഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്മൂത്ത് റണ്ണിങ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാസ്റ്റ് സിസ്റ്റം ഒന്നും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാലഘട്ടമല്ല ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സൊസൈറ്റിയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലിനെയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ഒരു പുവർ ഫാമിലിയും ഉണ്ട്. അപ്പോൾ പുവർ ഫാമിലി എന്ന് പറയുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ കെയേഴ്സ്, ജീവിതത്തെക്കുറിച്ച് അങ്ങനെ വളരെയധികം വറീഡ് ആവാത്ത ഒരു കാറ്റഗറിയാണ്. അപ്പർ കാറ്റഗറീനെ എടുക്കുകയാണെങ്കിൽ അവരും ഭയങ്കരമായിട്ട് ലൈഫിനെ കുറിച്ച് വറീഡ് ആവാത്ത ചില കാര്യം. മിഡിൽ കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്, അപ്പർ കാറ്റഗറിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ ഒരു പ്രോസസ് ഓഫ് ബിക്കമിങ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആവാനായിട്ട് മനുഷ്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട, അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് മണി, പൈസ എന്ന് പറയുന്നത്. പൈസ ഉണ്ടെങ്കിൽ മനുഷ്യന് എല്ലാം ഈ ലോകത്ത് വാങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ മനസ്സിലുണ്ട്. ഈവൻ ഹെൽത്ത് പോലും എന്നുള്ള ഒരു രീതിയിലൊക്കെ മനുഷ്യൻ്റെ ചിന്തകൾ വന്നെത്തിയിട്ടുണ്ട്. ഈ ബേസിക്കലി ഒരു പേഴ്സൺ ഹെൽത്തി അല്ലെങ്കിൽ അദ്ദേഹം കുറേ പൈസ ചിലവാക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഒരു പൈസ ഉള്ളതാണെങ്കിൽ അയാൾക്ക് കുറേ പൈസ ചിലവാക്കേണ്ടി വരും. അങ്ങനെ അയാൾക്ക് ഹെൽത്തി ആയിട്ടൊക്കെ നിലനിൽക്കാൻ കുറച്ചു കാലം കൂടിയൊക്കെ ജീവിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റുകളാൽ നിർമ്മിതമായിരിക്കുകയാണ് നമ്മുടെ ആ ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും പൈസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അധികാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us take back. നമുക്ക് ഗാന്ധിജിയുടെ സമയത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചു പോകാം. നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിലാണ്. പക്ഷെ നമുക്ക് ചരിത്രകാരന്മാരിൽ നിന്നും മറ്റും അറിഞ്ഞിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ചുള്ള ചില എവിഡൻസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. അപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം അത് നേടിക്കൊടുത്ത ആ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത് നോൺ വയലൻസിനെയാണ്. അപ്പൊ എന്താണ് ഈ നോൺ വയലൻസ്? ഈ നോൺ വയലൻസ് അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു അഹിംസ എന്ന് പറയുന്നത് സത്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണോ?
അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഗാന്ധിജിയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ അഹിംസ ഫോളോ ചെയ്തത് തന്നിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മറ്റു മൃഗങ്ങളെയോ മറ്റ് മനുഷ്യരെയോ ഒന്നും ദ്രോഹിക്കാത്ത രീതിയിൽ ഉള്ള ഒരു ചിന്താഗതി, ഒരു നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിലൂടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഗാന്ധിജി നന്നായി ആക്ട് ചെയ്തു. ആ ഒരു ആക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോൺ വയലന്റ് ആക്ഷൻ ആയിരുന്നു. ബൈ ദ പാത്ത് ഓഫ് ട്രൂത്ത്, ഫോളോയിങ് ദ പാത്ത് ഓഫ് ട്രൂത്ത്. അപ്പോൾ ഈ നോൺ വയലൻസും ട്രൂത്തും വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കും. നമുക്ക് അനദർ എക്സാമ്പിൾ എടുക്കാം. ശ്രീ ബുദ്ധ ആയാലും ഒരു നോൺ വയലന്റ് ആയിട്ട് ഒരു ജീവിച്ച ഒരു ആളായിരുന്നു. അതോടൊപ്പം അദ്ദേഹം ട്രൂത്തിനെ വളരെയധികം ഹോൾഡ് ചെയ്തിരുന്നു. ചില അഷ്ടാംഗ മാർഗത്തിൽ അദ്ദേഹം ട്രൂത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അഷ്ടാംഗ മാർഗം, ഒരു റൈറ്റ് ലിവിങ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നിർവ്വാണയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മോക്ഷയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അദ്ദേഹം ട്രൂത്ത് ഫോളോ ചെയ്യേണ്ടതായിട്ട്, നോൺ സ്റ്റീലിംഗ്, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു റൈറ്റ് ലിവിങ്ങിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും? ഒരു റൈറ്റ് ലിവിങ് നമുക്കുണ്ടോ എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടേതായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് വേണ്ടത് കണ്ടീഷനിങ് ആണ്. ഒരു മെക്കാനിസ്റ്റിക് സൊസൈറ്റിയിലൂടെ നമ്മൾ ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ. നമ്മുടേതായ കാര്യങ്ങൾ പലപ്പോഴും മെക്കാനിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നു. ഒരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അതിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ മെക്കാനിസ്റ്റിക് ആണ് എന്നുള്ളതാണ് ഒരു നിസ്തർക്കമായിട്ടുള്ള വസ്തുത. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു, നമ്മളെ തന്നെ ഇതാക്കും. വി ആർ നോട്ട് ടോക്കിംഗ് അഗെയിൻസ്റ്റ് അവർ വർക്ക്. നമ്മൾ ഒരിക്കലും നമ്മുടെ വർക്കിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല, അതിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുക? ഓക്കെ, നമ്മളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്. ഓക്കെ, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുകൾ നേടാൻ ശ്രമിക്കുന്നുണ്ട്, സ്പോർട്സ് പരമായിട്ടുള്ള അറിവ് നേടാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ കുറിച്ച് മെഡിക്കലായിട്ടുള്ള അറിവ് നേടാൻ ശ്രമിക്കുന്നു, മൈൻഡിനെ കുറിച്ചുള്ള അറിവ് നേടാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്ന ആളുകളാണ്. അത് മാത്രം മതിയോ? ഈസ് ഇറ്റ് ഇനഫ്? നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഇത് ഇനഫ് ആണോ? ടു ബിക്കം ലൈക്ക് ഗാന്ധി ഓർ ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ് ഓർ ടു ബിക്കം ലൈക്ക് ബുദ്ധ, ഈസ് ദാറ്റ് ഇനഫ്? അത് മാത്രം നമുക്ക് മതിയോ? ഓക്കെ, ഇവിടെയാണ് നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സെൽഫ് അനാലിസിസ്, അല്ലെങ്കിൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യത്തിനുള്ള ഒരു ആൻസറാണ് നിങ്ങളുടെ മുന്നിലുള്ള ഗാന്ധി, നിങ്ങളുടെ മുന്നിലുള്ള ക്രിസ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ബുദ്ധ എന്ന് പറയുന്നത്. സോ ആർ യു റെഡി ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഹൂ ആം ഐ? ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനെല്ലാം ആൻസർ ചെയ്യാൻ ശ്രമിച്ച ആളുകളാണ് സൊസൈറ്റിയെ മാറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സൊസൈറ്റിയെ മാറ്റിയിട്ടുള്ള ആളുകളെല്ലാം പല സ്ട്രഗിളിലൂടെ കടന്നു പോയിരുന്നു, പക്ഷെ അവർ അത് എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ആ ഒരു പീഡാനുഭവ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല. അപ്പോൾ എന്താണ് സത്യം എന്ന് പറയുന്ന പീലാത്തോസിനോട് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ രാജ്യം ഐഹികമല്ല. സോ ഐഹികമല്ലാത്ത ആ രാജ്യം ഏതാണ് ആ യേശു ക്രിസ്തു പറയുന്ന ആ രാജ്യം എന്ന് പറയുന്നത്? അവിടെ ട്രൂത്ത് ആണ് എക്സിസ്റ്റൻസ്, നോൺ വയലൻസിനാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ഒരു സിംഗിൾ ആയിട്ട് അത് നോൺ വയലന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹം ടോട്ടലി സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നമ്മൾ ആ ഒരു നോൺ വയലൻസ് എൻജോയ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ആൻസൈറ്റിയും സം അതർ ഡിസോർഡേഴ്സും ഒക്കെ നമുക്ക് വരുന്നതും, അതിനെക്കുറിച്ചുള്ള വീണ്ടും പരാതികളും അതിനെക്കുറിച്ചുള്ള തെറാപ്പികളിലേക്കും ഒക്കെ ചിലപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, and it may not be the exact reason, but no, sometimes it can become the reason. അപ്പോൾ ഇവിടെ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ ആ ഒരു സത്യത്തിലേക്കുള്ള ഒരു യഥാർത്ഥ വഴിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പലപ്പോഴും മലമുകളിലേക്ക് പോയി പിതാവുമായിട്ട് സംവദിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹവും ഒരു പേഴ്സണൽ റിഫ്ലക്ഷനിലൂടെ കടന്നിരുന്നു.
പോയിക്കൊണ്ടിരുന്നു. ബുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹവും ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പേഴ്സണൽ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ പ്രയേഴ്സ് നമ്മളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഒരു സെൽഫ് നോളജിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ തന്നെ ദൈനംദിനം ചെയ്തുകൊണ്ടിരുന്ന മീനിങ്ലെസ് കാര്യങ്ങളിലേക്ക് നമുക്ക് വെളിച്ചം ലഭിക്കുകയും അതിനെ കറക്റ്റ് ചെയ്യാനും നമുക്ക് ട്രൂ പേഴ്സണാലിറ്റിയിലേക്ക് കടന്നു വരാനുമായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു ട്രൂ പേഴ്സണാലിറ്റി, ദ ഡയമണ്ട് ഇൻ us, let us try to find out the diamond in us through the daily reflections, through the daily questioning of what I am doing, of what is my prime importance, and by understanding and analyzing these things, and by accepting what I am with my limitations and with my own strengths, not മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് ആശ്രയിക്കാതെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുകയും എൻ്റെ റിയാലിറ്റീസ് ഓഫ് ലൈഫിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു. അതുവഴി നമുക്ക് മറ്റു വ്യക്തികളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നു. ഫ്രസ്ട്രേഷൻസ്, കോൺഫ്ലിക്ട്സ് എല്ലാം പോകുന്നു. നമുക്ക് പല കാര്യങ്ങളോടുള്ള ഗ്രീഡ് കുറയുകയും നമ്മളെ തന്നെ മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു മെറ്റീരിയൽ ഗെയിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ല, പക്ഷേ ഒരു ട്രൂത്തിന് വേണ്ടിയുള്ള ഒരു ഫൈൻഡിങ് ആണ്. ഗാന്ധിജി ഡിഡ്, ലൈക്ക് ക്രൈസ്റ്റ് ഡിഡ്, ലൈക്ക് ബുദ്ധ ഡിഡ്, ലൈക്ക് all great people have did. Thank you, dear friends.